ജെബീൻ, കേരളത്തിലെ LDF സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന പരിപാടിയെ ബഹുജൻ സമാജ് പാർട്ടി അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇന്ന് അത് പ്രഖ്യാപിക്കുന്ന 1-ാം തീയതി മുതൽ ഈ മാസം 30-ാം തീയതി വരെ സംസ്ഥാന വ്യാപകമായി ജില്ലകളിലും അസംബ്ലി നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലും മറ്റ് പ്രാദേശിക തലങ്ങളിലുമെല്ലാം ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ബഹുജൻ സമാജ് പാർട്ടി ശക്തമായ പ്രതിഷേധ കാമ്പയിൻ ഈ വിഷയത്തിന്മേൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വിഷയം ചെറിയൊരു പ്രശ്നമല്ല. ഈ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തെ നിരവധി സാമ്പത്തിക വിദഗ്ധരും ബുദ്ധിജീവികളുമെല്ലാം വളരെ വലിയ ആശങ്കകൾ ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തരായ സാമ്പത്തിക വിദഗ്ധർ ഇതിനോടകം തന്നെ ആധികാരികമായ കണക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി നിരത്തിക്കൊണ്ട് ശക്തമായ നിലയിലാണ് ഗവൺമെൻറ്റിൻ്റെ ഈ പരിപാടിയെ വിമർശിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളിൽ 3 മഹാനടന്മാർ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനുമെല്ലാം പങ്കെടുക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. സിനിമാ നടന്മാർക്ക് സിനിമയിൽ അഭിനയിക്കാം, നാടകത്തിൽ അഭിനയിക്കാം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഈ തട്ടിപ്പ് നാടകത്തിൽ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ പ്രേക്ഷകർ ബഹുമാനിക്കുന്ന ഈ സിനിമാ നടന്മാർ പങ്കെടുക്കുന്നത് കേരളത്തിലെ ജനതയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗുജറാത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്ന സമയത്ത് നരേന്ദ്രമോദി ഗുജറാത്തിലെ ചേരി പ്രദേശങ്ങൾ മതിൽ കെട്ടി മറച്ചിരുന്നു. ഇത് അമേരിക്കൻ പ്രസിഡന്റ് കാണണ്ട എന്ന നിലയിൽ. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാതിരിക്കാൻ വേണ്ടിയുള്ള മതിലാണ് നരേന്ദ്രമോദി ഗുജറാത്തിൽ കെട്ടിയതെങ്കിൽ, ചേരി പ്രദേശം മതിൽ കെട്ടി മറച്ചത് എങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ അതിദരിദ്രരായ മനുഷ്യരെ ലോകത്തിന് മുമ്പിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരാക്കുകയാണ്. അതിൻ്റെ വിസിബിലിറ്റിയെയാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു വിഭാഗം 2025 നവംബർ 1-ാം തീയതി മുതൽ കേരളത്തിൽ ഇല്ല എന്ന് പറയുകയാണ് കേരള ഗവൺമെൻറ് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ വയനാട്ടിൽ പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന മന്ത്രി വയനാട് ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. വയനാട്ടിൽ എത്രത്തോളം, വയനാട്ടിൽ മാത്രമല്ല അട്ടപ്പാടി പോലെയുള്ള ആദിവാസി മേഖലകളിലുമെല്ലാം ആദിവാസികൾ ഏത് നിലയിലാണ് ജീവിക്കുന്നത്, ഏത് നിലയിലാണ് അവർ താമസിക്കുന്നത്, അവരുടെ ജീവിത നിലവാരം എന്താണ് എന്ന് അറിയാത്ത ആളല്ല മന്ത്രി OR കേളു. ഗവൺമെൻറ്റിൻ്റെ അജണ്ട, ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഇത്ര യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെയാണ് മന്ത്രി OR കേളു ആദിവാസി സമൂഹത്തെ വഞ്ചിച്ചിരിക്കുന്നത് എന്ന് പറയാതെ നിർവാഹമില്ല. വളരെ രസകരമായൊരു സംഗതി, ഇതിനോടകം തന്നെ വിവിധ മാധ്യമങ്ങളും ചാനലുകളുമെല്ലാം കൊണ്ടുവന്ന ഒരു സംഗതിയുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 30-ാം തീയതി കേരള നിയമസഭയ്ക്കകത്ത് ഷൊർണൂർ MLA P. മമ്മിക്കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് മന്ത്രി GR അനിൽ നൽകിയിരിക്കുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ
സംസ്ഥാനത്ത് 5,91,194 അതിദരിദ്രരുണ്ട് എന്ന് മന്ത്രി ഒരു മാസം മുമ്പ്, ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 30 കേരള നിയമസഭയ്ക്കകത്ത് നൽകിയ മറുപടിയാണ്. ഈ മറുപടി നിയമസഭാ രേഖകളിലുണ്ട്. ഒരു മാസം മുമ്പ് 5,91,194 അതിദരിദ്രർ കേരളത്തിലുണ്ട് എന്ന് പ്രഖ്യാപിച്ച് ഒരൊറ്റ മാസത്തിന് ശേഷം കേരള മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം കൊണ്ട് എന്തത്ഭുതമാണ് കേരള മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നടത്തിയത് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും പ്രസക്തമായ ചില ചോദ്യങ്ങൾ, ചില ആശങ്കകൾ മുന്നോട്ട് വയ്ക്കപ്പെടേണ്ടതുണ്ട്. ഈ പ്രഖ്യാപനത്തിൽ കേരള ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന, മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമുണ്ട്. ഏത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം കേരള ഗവൺമെൻറ് നടത്തുന്നത്? രണ്ടാമത്തത്, എന്ത് സർവേയാണ് കേരളത്തിൽ എത്രത്തോളം അതിദരിദ്രർ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്, അവരുടെ ജീവിത നിലവാരം ഏത് നിലയിലാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച്, ആ നിലവാരം അളക്കുവാനുള്ള മാനദണ്ഡം, എന്ത് മാനദണ്ഡമാണ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുമെല്ലാം എന്ത് തരത്തിലുള്ള മാനദണ്ഡമാണ്, എന്ത് സർവേയാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്? ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ കണ്ടെത്തിയിട്ടുള്ളത്? ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ അതിദാരിദ്ര്യം ഇല്ലാതായി, അത് പരിഹരിക്കപ്പെട്ടു എന്ന് ഗവൺമെൻറ് മുഖ്യമന്ത്രിയും പറയുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ പൗരന്മാർക്ക് അറിയുവാനുള്ള ബാധ്യതയുണ്ട്. എന്ത് പഠനമാണ് ഇത് സംബന്ധിച്ച് നടത്തിയത്? യാതൊരു പഠനവും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു പഠനവും നടത്താതെ എന്തടിസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യം കേരളത്തിൽ മാറിയെന്ന്, അതില്ലാതായി എന്ന് കേരള മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പറയുന്നത് എന്ന് വിശദീകരിക്കുവാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഉത്തരവാദപ്പെട്ട ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് ഡാറ്റയാണ്, എന്ത് കണക്കാണ് ഇതിനു വേണ്ടി ഗവൺമെൻറ് പ്രയോജനപ്പെടുത്തിയത്? ഇത് കേരളത്തിലെ വോട്ടർമാരോടും കേരളത്തിലെ ജനങ്ങളോടും പൗരന്മാരോടും വിശദീകരിക്കുവാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനില്ലേ? ഏത് ആധികാരികമായ ഏജൻസിയാണ് അത്തരത്തിലൊരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലൊരു ഡാറ്റ സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം ചില ഡാറ്റകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ ആധികാരികമായ ഏത് സ്ഥാപനമാണ്, ഏത് ഏജൻസിയാണ് അത്തരത്തിൽ ഒരു പഠനം നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുവാൻ ബാധ്യതയുണ്ട്. ആ നിലയിലുള്ള പഠനങ്ങൾ നടത്തുന്ന വ്യത്യസ്തമായ ഏജൻസികൾ നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലുമെല്ലാം ഉണ്ട്. ഇത്തരത്തിലുള്ള പഠനങ്ങളെല്ലാം തൃശ്ശൂരിലുള്ള കില എന്ന് പറയുന്ന സ്ഥാപനം നടത്താറുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നത് ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഏജൻസി അല്ല എങ്കിൽ പോലും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏതാണ്ട് ഒരു മാസം മുമ്പ് നടത്തിയൊരു പഠനം, ആ പഠനം പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത്, കേരളത്തിൽ അതിദരിദ്രരായ ആളുകൾ, കേരളത്തിലെ ദരിദ്രരിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന രണ്ട് സമൂഹങ്ങൾ, ഒന്ന് ദലിതരും ഒന്ന് മുസ്ലിങ്ങളുമാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഈ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം എന്ന് പറയുന്നൊരു പ്രശ്നം, അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നൊരു വിഷയം, അതിനകത്ത് ഉൾപ്പെടുന്ന ആളുകൾ അത് കേവലമായും ആദിവാസികളോ പട്ടിക വിഭാഗങ്ങളോ പട്ടികജാതിക്കാരോ ഒന്നുമല്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ മാത്രമൊരു പ്രശ്നമല്ല എങ്കിൽ പോലും, ദരിദ്രരാവട്ടെ അതിദരിദ്രരാവട്ടെ അതിൽ സിംഹഭാഗവും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ് എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായും ആ നിലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളടക്കം പിന്നോക്ക സമുദായങ്ങളടക്കമുള്ള ആളുകൾ, ആ ആളുകൾ മഹാഭൂരിപക്ഷവും ഉൾക്കൊള്ളുന്ന അതിദരിദ്രർ എന്ന് പറയുന്നൊരു വിവക്ഷയിൽപ്പെടുന്നവർ, അവരുടെ അതിദാരിദ്ര്യം മാറി എന്ന് പറയുവാൻ ഗവൺമെൻറ് ഏത് മാനദണ്ഡമാണ് ഉപയോഗിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുവാനുള്ള ആർജവം ഗവൺമെൻറ് കാണിക്കണം. നിങ്ങൾ നോക്കൂ, ഈ ദാരിദ്ര്യത്തിൻ്റെ തന്നെ മാനദണ്ഡം എന്താണ് എന്ന് പരിശോധിക്കപ്പെടണം. ഇവിടെ സവർണ സംവരണം നടപ്പിലാക്കിയപ്പോൾ ആ സവർണ സംവരണത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഒരു മാനദണ്ഡമായി
കേരള ഗവൺമെൻറ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ പറയും നമ്മുടെ ദാരിദ്ര്യത്തിന് ജാതിയില്ല എന്ന്. ദാരിദ്ര്യത്തിന് ജാതിയില്ല എന്ന് പറയാറുണ്ട്. ദാരിദ്ര്യം എല്ലാ ജാതികൾക്കുമുള്ളതല്ലേ, ദാരിദ്ര്യം എല്ലാ സമുദായങ്ങൾക്കുമുള്ളതല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ദാരിദ്ര്യത്തിന് ജാതിയില്ല എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ ആ സവർണ സംവരണം പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് ദാരിദ്ര്യത്തിന് ജാതിയുണ്ട് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വ്യക്തമാക്കുന്നത്. ഉദാഹരണത്തിന് EWS നടപ്പിലാക്കുമ്പോൾ ദരിദ്രരെ കണ്ടെത്തുവാൻ നടത്തിയിട്ടുള്ള മാനദണ്ഡം ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നോക്കണം. ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ 2.5 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവരാണ് സമ്പന്നർ എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ 2.5 ഏക്കറോ 2.5 ഏക്കറിൽ താഴെയോ ഭൂമിയുള്ളവർ ദരിദ്രരാണ്. നഗരസഭ മുനിസിപ്പാലിറ്റിയിൽ 75 സെൻറ്റ് ഭൂമിയുള്ളവൻ, അതിന് മുകളിലുള്ളവനാണ് സമ്പന്നൻ. 75 സെൻറ്റ് ഭൂമി വരെ ഉള്ളവൻ ദരിദ്രരാണ്. നോക്കൂ, കോർപ്പറേഷൻ, ഉദാഹരണത്തിന് കോഴിക്കോട് കോർപ്പറേഷൻ എടുക്കാം. കോഴിക്കോട് കോർപ്പറേഷനിൽ 1 സെൻറ്റ് ഭൂമിക്ക് ലക്ഷങ്ങളും കോടികളുമാണ് വില. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കോർപ്പറേഷൻ പരിധിയിൽ 50 സെൻറ്റ് വരെ ഭൂമിയുള്ളവൻ ദരിദ്രരാണ്. 1 സെൻറ്റ് ഭൂമിക്ക് 50 ലക്ഷവും 60 ലക്ഷവും കോടിയും 1 കോടിയും 1.5 കോടിയും 2 കോടിയും ഒക്കെ വില വരുന്ന കോർപ്പറേഷൻ പരിധിയിൽ 50 സെൻറ്റ് വരെ ഭൂമിയുള്ളവൻ ദരിദ്രനാണത്രേ. നിങ്ങളറിയണം, അതേ സമയത്ത് ഇത്രയും സംവിധാനങ്ങളിൽ ദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം സവർണ സമുദായങ്ങളിൽപ്പെടുന്നവർക്ക് ഈ മാനദണ്ഡം വെക്കുമ്പോൾ ഇതേ മാനദണ്ഡമല്ല പട്ടിക വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് എന്നോർക്കണം. ഉദാഹരണത്തിന് ക്രീമി ലെയർ, OBC വിഭാഗങ്ങൾക്ക് ക്രീമി ലെയർ നടപ്പിലാക്കിയപ്പോൾ 8 ലക്ഷം വരുമാനം, ആ 8 ലക്ഷം വരുമാനം വാർഷിക വരുമാനം വരെ ഉള്ളവർ, ഈ ക്രീമി ലെയറിൻ്റെ അടിസ്ഥാനം 8 ലക്ഷം വരെ വരുമാനമുള്ളവർ, 8 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരാണ് സമ്പന്നർ. 8 ലക്ഷം വരെ ഉള്ളവർ സമ്പന്നരല്ല, ദരിദ്രരാണ്. അതേസമയത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഒരു മാനദണ്ഡം 2.5 ലക്ഷം രൂപ, അത് കേന്ദ്രതലത്തിൽ. പലപ്പോഴും അത് സംസ്ഥാനത്ത് വരുമ്പോൾ 2 ലക്ഷമോ 1 ലക്ഷമോ 2.5 ലക്ഷമോ ഒക്കെ ആയി മാറാറുണ്ട്, വ്യത്യസ്തമാണ്. അതിന് കേന്ദ്രീകൃതമായൊരു മാനദണ്ഡം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. എങ്കിലും 2.5 ലക്ഷം രൂപ വരെ വരുമാനമുണ്ട് എങ്കിൽ 2.5 ലക്ഷത്തിന് മേൽ വരുമാനം വന്നു കഴിഞ്ഞാൽ അവൻ സമ്പന്നനാണ്. മറ്റു വിഭാഗങ്ങൾ 2.5 3 ലക്ഷമോ 4 ലക്ഷമോ 5 ലക്ഷമോ 6 ലക്ഷമോ 8 ലക്ഷമോ വരുന്ന സമയത്ത് സമ്പന്നരാവുന്നില്ല, അവർ ദരിദ്രർ തന്നെയാണ്. എന്നാൽ പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം 2.5 ലക്ഷം രൂപയ്ക്ക് മേലെ കടന്നാൽ, അത് 3 ലക്ഷമായാൽ അവൻ സമ്പന്നനാണ്. ഈ നിലയിൽ ദാരിദ്ര്യത്തിന് ജാതിയില്ല എന്ന് പറയുന്നവർ ദാരിദ്ര്യത്തിന് ജാതിയുണ്ട് എന്ന് തെളിയിച്ച മാനദണ്ഡങ്ങളാണ് ഇതെല്ലാം. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഈ നിലയിലുള്ള ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം കേരള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നിരവധിയായ ആളുകൾ ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചത്, ഇത്തരത്തിൽ ഗവൺമെൻറ് പറയുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത് ഇനി കിട്ടുവാനുള്ള നിരവധി പദ്ധതികൾ, സർക്കാർ പദ്ധതികൾ, കേരളത്തിലെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കുവാനുള്ള വിവിധങ്ങളായ പദ്ധതികൾ അതിന് ലഭിക്കാതെ വരുമോ എന്ന ആശങ്കയാണ് ഇത്തരം വിഷയങ്ങളിന്മേൽ സാമ്പത്തിക വിദഗ്ധരും ബുദ്ധിജീവികളും എല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ ഒരു അന്തർദേശീയ മാനദണ്ഡം പറയുമ്പോൾ യുനെസ്കോ എന്ന് പറയുന്ന ഏജൻസി, ആ യുനെസ്കോ തന്നെ
വ്യത്യസ്തമായ നിരവധി മാനദണ്ഡങ്ങൾ വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷ്യസുരക്ഷ. കേരളത്തിൽ ആ നിലയിൽ ഭക്ഷ്യസുരക്ഷ വന്നിട്ടുണ്ടോ? നല്ല പാർപ്പിടം, നല്ല ഭൂമി, നല്ല വീട് എല്ലാവർക്കും വന്നിട്ടുണ്ടോ? ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചാണെങ്കിൽ അട്ടപ്പാടിയിലാണ് ഈ അടുത്ത് വരെ നവജാത ശിശുക്കൾ ഒന്നിനു പുറകെ ഒന്നായി മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷം നാം കാണാനിടയായത്. അട്ടപ്പാടിയിലേക്ക് സർക്കാർ മാറ്റിവെച്ച 12 കോടി രൂപ അങ്ങോട്ട് മാറ്റിവെച്ചിരുന്നു അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി. ആ 12 കോടി രൂപ പിന്നീട് കേട്ടത് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞത് ആദിവാസികളുടെ ഈ ക്ഷേമത്തിന് വേണ്ടി അട്ടപ്പാടിയിലേക്ക് മാറ്റിവെച്ച 12 കോടി രൂപ തലശ്ശേരിയിലെ AKG ഹോസ്പിറ്റലിലേക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി അത് മാറ്റി അങ്ങോട്ട് അനുവദിച്ചു എന്നാണ്. അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വിനിയോഗിക്കാനുള്ള പണമാണ് തലശ്ശേരിയിലെ AKG ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടത്. അവിടുത്തെ ഒരു ഡോക്ടർ അത് തുറന്നു പറഞ്ഞപ്പോൾ, ഒരു ഡോക്ടർ ഈ വിഷയം തുറന്നു പറയാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തെ പല നിലകളിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കാനും അദ്ദേഹത്തെ വേട്ടയാടാനുമാണ് അധികാരി വർഗം മുന്നോട്ട് വന്നത്. നോക്കൂ, അട്ടപ്പാടിയിലെ ആദിവാസി മേഖലകളിൽ, വയനാടിൻ മലമടക്കുകളിൽ താമസിക്കുന്ന ആദിവാസികൾ, അതുപോലുള്ള ആദിവാസികൾ മാത്രമല്ല, ദരിദ്രരാക്കപ്പെട്ട മനുഷ്യർ യുനെസ്കോവിൻ്റെ ഈ മാനദണ്ഡങ്ങളനുസരിച്ച് നല്ല ഭക്ഷണം കഴിക്കുന്നവരാണോ? പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിക്കുന്നവരാണോ? ആ നിലയിലാക്കി മാറ്റപ്പെട്ടിട്ടുണ്ടോ? ഇനി കേരളത്തിലെ തന്നെ എല്ലാ ജനങ്ങളും നല്ല ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ മാറി മാറി വന്ന ഏതെങ്കിലും ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് LDF ഗവൺമെൻറ് മാത്രമല്ല, UDF ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല. അധികാര തുടർച്ച എന്ന പേരിൽ ഇപ്പോൾ അധികാരത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെൻറ്റിന് പോലും അത് സാധ്യമായിട്ടില്ല. അങ്ങനെ സാധ്യമായിരുന്നുവെങ്കിൽ ഒരു മാസം മുമ്പ്, കഴിഞ്ഞ സെപ്റ്റംബർ മാസം 30-ാം തീയതി ഇത്രയും 5,91,194 അതിദരിദ്രർ ഈ കേരളത്തിൽ ഉണ്ട് എന്ന് മന്ത്രി ചോദ്യത്തിന് മറുപടി കൊടുക്കില്ലായിരുന്നു. നോക്കൂ, നല്ല പാർപ്പിടം, ഈ നല്ല പാർപ്പിടം ഉണ്ടാവണമെന്നത് യുനെസ്കോവിൻ്റെ ഒരു മാനദണ്ഡമാണ്. കേരളത്തിലെ അതിദരിദ്രരാക്കപ്പെട്ട ഈ വിഭാഗങ്ങൾക്ക് അടിസ്ഥാന വരുമാനം എത്രയാണ്? ഇതിനെ സംബന്ധിച്ചൊക്കെ ഏതെങ്കിലും നിലയിലുള്ളൊരു പഠനം ഗവൺമെൻറ് നടത്തിയിട്ടുണ്ടോ? പാവപ്പെട്ട മനുഷ്യർ മറ്റ് വീടുകളിൽ, അന്യൻ്റെ വീടുകളിൽ പണിക്ക് പോകുന്നവരുടെ ദിവസവരുമാനം 250 രൂപയോ അതിൽ കുറവോ ആണ്. കൂടിപ്പോയാൽ 300 രൂപയ്ക്ക് താഴെയാണ്. ഇവരെല്ലാം ഏത് പട്ടികയിലാണ് പെടുന്നത്? അതിദരിദ്രരുടെ പട്ടികയിലല്ലേ? മാസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാമാർ, അവരുടെ വരുമാനം എത്രയാണ്? അവർ അതിദരിദ്ര വിഭാഗങ്ങളിൽപ്പെടുന്നവരല്ലേ? വളരെ തുച്ഛമായ വരുമാനമല്ലേ അവർക്കുള്ളത്? ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിദരിദ്രരില്ല എന്ന് ഗവൺമെൻറ് പറയുന്നത്? ആരോഗ്യമില്ലാത്ത കുട്ടികൾ ഇപ്പോഴും അട്ടപ്പാടിയിലും വയനാട്ടിലുമെല്ലാം ആദിവാസികൾക്കിടയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് യാതൊരു വരുമാനവുമില്ലാത്തവർ, നല്ല ചികിത്സ ലഭിക്കാത്തവർ, ഇന്നും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ വാഹനത്തിനുള്ള വാടക പോലും കൊടുക്കാൻ കഴിയാത്തവർ, അത് സർക്കാർ കൊടുക്കേണ്ടത് പോലും മുറയ്ക്ക് ലഭിക്കാത്തവർ, മരുന്ന് സൗജന്യമായി ലഭിക്കുവാൻ വളരെ വലിയ പ്രയാസങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്ന് ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ അത്തരം വസ്തുതകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദലിതരും ആദിവാസികളുമെല്ലാം താമസിക്കുന്നത് കോളനികളിലാണ്. ഇന്ന് കോളനി എന്ന് ഇല്ല എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. കോളനിയുടെ പേര് ഉന്നതി എന്ന് മാറ്റിയിട്ടുണ്ട്. ഉന്നതിയായാലും കോളനിയായാലും, കോളനിയുടെ പേര് ഉന്നതി എന്ന് മാറ്റിയാലും അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. അവരുടെ ജീവിത പ്രയാസങ്ങൾ മാറിയിട്ടില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതായി മാറിയിട്ടില്ല. അത്തരം കോളനി ഉന്നതിയായപ്പോഴും അവിടെ താമസിക്കുന്നവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചോ സ്ഥിതിഗതികളെക്കുറിച്ചോ കാര്യമായ പഠനങ്ങളൊന്നും തന്നെയും സർക്കാർ വേണ്ട വിധത്തിൽ നടത്തിയിട്ടില്ല. നോക്കൂ, ഈ അടുത്ത് എടുത്തു പറയാവുന്നൊരു ഉദാഹരണം, ഈ അടുത്ത ദിവസങ്ങളിൽ തിരുനെല്ലിയിൽ, വയനാട് ജില്ലയിലെ തിരുനെല്ലിയിൽ
ആ തിരുനെല്ലിയിലെ ഒരു ആദിവാസി റെസിഡൻഷ്യൽ സ്കൂളിൽ അവിടെ 127 ആദിവാസി കുട്ടികളുണ്ട്. ആ 127 ആദിവാസി കുട്ടികൾ അവരുപയോഗിക്കുന്ന ഒറ്റ ശുചിമുറിയാണ്. രണ്ടാമതൊന്നില്ല. 127 പേരുണ്ട് എന്ന് ഓർക്കണം. 127 പേർ ഒറ്റ ശുചിമുറി ഉപയോഗിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് ബീഹാറിലും രാജസ്ഥാനിലുമല്ല, ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ച ഈ കേരളത്തിലാണ് എന്ന് മനസ്സിലാക്കണം. അവരന്തി ഉറങ്ങുന്നത് 3 ക്ലാസ് മുറികളിലാണ്. ഗവൺമെൻറ് എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. 127 കുട്ടികൾ ഒരു ശുചിമുറി ഉപയോഗിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്ന വയനാട്, കേരളം, ഈ കുട്ടികളെല്ലാം 3 ക്ലാസ് മുറികളിലായി ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ അന്തിയുറങ്ങുന്ന, താമസിക്കുന്ന, സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെയാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് മുഖ്യമന്ത്രി, ഗവൺമെൻറ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഫണ്ടിൽ നിന്നും 500 കോടിയാണ് ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചത്. പട്ടിക വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക്, ആദിവാസികളടക്കമുള്ള പട്ടിക വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട, ഗ്രാൻഡ് അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട 158 കോടി രൂപയാണ് ഈ ഗവൺമെൻറ്, അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിക്കുന്ന ഈ ഗവൺമെൻറ് ഇന്ന് വരെ കൊടുക്കാതെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കുവാൻ ആവശ്യമുള്ള ചെറിയ സാമ്പത്തികമായ സഹായം, അത്തരത്തിലുള്ള 158 കോടി രൂപയാണ് പണമില്ല എന്ന കാരണം പറഞ്ഞിട്ട് ഗവൺമെൻറ് കൊടുക്കാതെ ഇന്ന് മുടങ്ങിക്കിടക്കുന്നത് എന്നോർക്കണം. ആ കുട്ടികൾ അധിവസിക്കുന്ന കേരളത്തെയാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിലൂടെ നാട്ടിലെ ജനങ്ങളുടെ, സംസ്ഥാനത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ തട്ടിപ്പ് കേരള ഗവൺമെൻറ് നടത്തുന്നത്. 158 കോടി രൂപ ലഭിക്കാതെ വന്നപ്പോൾ പഠിക്കാൻ മാർഗമില്ലാതെ, പഠിക്കാൻ ചില്ലിക്കാശില്ലാതെ ദരിദ്രരായ, അങ്ങേയറ്റം സാമ്പത്തിക ദുരിതം നേരിടുന്ന 150-ലേറെ കുടുംബങ്ങളിലെ 150-ലേറെ വിദ്യാർത്ഥികളാണ് പഠനം മതിയാക്കി, പഠനം ഉപേക്ഷിച്ച് പോയത് എന്ന് മനസ്സിലാക്കണം. ഈ ഗവൺമെൻറ് കണ്ണ് തുറക്കണ്ടേ? ഈ ഗവൺമെൻറ് ആരുടെ ഗവൺമെൻറ്റാണ്? ആരെയാണ് ഈ പ്രഖ്യാപനം നടത്തുന്നതിലൂടെ ഗവൺമെൻറ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് പറയുവാനുള്ള ബാധ്യത കേരള ഗവൺമെൻറ്റിനുണ്ട്. ഈ പാവപ്പെട്ട ആദിവാസികളുടെ വോട്ട് കൂടി വാങ്ങി അധികാരത്തിലേറിയ ഗവൺമെൻറ് ഈ നിലയിൽ അവർ ദുരിതം അനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കാൻ കഴിയാതെ ആണ് ആഗോള അയ്യപ്പ സംഗമത്തിന് കോടികൾ മുടക്കാൻ തയ്യാറായത് എന്ന് മനസ്സിലാക്കണം. പാവപ്പെട്ട ആദിവാസികളടക്കമുള്ള പട്ടിക വിഭാഗം കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി 158 കോടി രൂപ നൽകാൻ പണമില്ലാത്തവർ, പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ച ഫണ്ടിൽ നിന്ന് 500 കോടിയോളം രൂപ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചവർ, അവരാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് കോടികൾ മുടക്കാൻ തയ്യാറാവുന്നത്. മറ്റ് പലതിനും പണം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ പാവപ്പെട്ട ദരിദ്രരായ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. ഈ ഗ്രാൻഡ് നൽകുന്നില്ല. നോക്കൂ, മറ്റേതെങ്കിലും സംഘടിത സമുദായങ്ങളിലെ കുഞ്ഞുങ്ങളാണ് ഈ ദുർഗതി അനുഭവിച്ചിരുന്നത് എങ്കിൽ കേരളത്തിൻ്റെ നിയമസഭ ഇളകി മറിയുമായിരുന്നു. കേരളത്തിൻ്റെ തെരുവോരങ്ങൾ പ്രക്ഷുബ്ധമാവുമായിരുന്നു. SFI അടക്കം, AISF അടക്കം, KSU അടക്കം, ABVP അടക്കം പ്രക്ഷോഭങ്ങളുമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സ്തംഭിപ്പിക്കുമായിരുന്നു. പാവപ്പെട്ട ആദിവാസികളുടെയും പട്ടിക വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസം, അവൻ്റെ ഭാവി ഈ വിദ്യാർത്ഥി സംഘടനകൾക്കോ അവരുടെ യജമാനന്മാരായ രാഷ്ട്രീയ പാർട്ടികൾക്കോ യാതൊരു പ്രശ്നവുമല്ല എന്ന് മനസ്സിലാക്കണം. വേണ്ട വിധത്തിൽ ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വേണ്ട വിധത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വേണ്ട വിധത്തിൽ ഇതൊരു ഇഷ്യൂ ആക്കി, ഇതൊരു ചർച്ചയാക്കി മാറ്റുവാൻ അവർക്ക് കഴിയുന്നുണ്ടോ?
നിങ്ങൾ നോക്കൂ, സർക്കാർ തന്നെ ദാരിദ്ര്യത്തിലാണ് എന്നാണ് പറയുന്നത്. സർക്കാർ ദാരിദ്ര്യത്തിലാണ് എന്ന് പറയുമ്പോഴാണ്, പണമില്ല എന്ന പേര് പറയുമ്പോഴാണ് നിരവധിയായ ധൂർത്തുകൾ, അഴിമതികൾ ഇതെല്ലാം കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. 9 കൊല്ലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിനുണ്ടായിരുന്ന പൊതുകടം, കേരളത്തിലെ ഓരോ പൗരന്മാർക്കും ബാധ്യതയുണ്ടായിരുന്ന പൊതുകടം എന്ന് പറയുന്നത് 1,67,257 കോടി രൂപയായിരുന്നുവെങ്കിൽ 9 കൊല്ലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കൈയാളിയപ്പോൾ 9 വർഷത്തിന് ശേഷം ഇപ്പോഴുള്ള കേരള സംസ്ഥാനത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 4,33,000 കോടി രൂപയാണ് എന്ന് നിങ്ങൾ അറിയണം. ഇത്രയും പണം കടമാക്കിയിട്ടും പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടിയുള്ള ഗ്രാൻറ്റിന് വേണ്ടിയുള്ള പണം കൊടുക്കുവാൻ, ഞങ്ങൾക്ക് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പഠനം നിർത്തി വിദ്യാർത്ഥികൾ വീടുകളിലേക്ക്, ഊരുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഈ ഗവൺമെൻറ്റിനൊരു പ്രശ്നവുമല്ല എന്ന നിലയിൽ ആണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ദലിത് വിരുദ്ധ, ആദിവാസി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കേരളത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടത് എന്ന് പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഇത് മാത്രമല്ല, ഈ നിലയിൽ ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതിദരിദ്രരായ മനുഷ്യർക്ക് ഇന്ന് വരെ ലഭിച്ചിരുന്ന ചില ആനുകൂല്യങ്ങൾ, അന്ത്യോദയ, അന്നയോജന പദ്ധതികളിലൂടെ അതിൻ്റെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന 6 ലക്ഷത്തോളം മനുഷ്യർ കേരളത്തിലുണ്ട് എന്നാണ് കണക്ക്. ആ മനുഷ്യർക്ക് അരി കിട്ടാൻ, സാധനങ്ങൾ കിട്ടാൻ, അതുപോലുള്ള ജീവനോപാധികൾ തുടർന്ന് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര ഫണ്ടുകൾ കിട്ടാൻ ഒരുപക്ഷെ ഇനി ഈ വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്ക് ഫണ്ട് കിട്ടുവാൻ സാധ്യതയില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനാര് മറുപടി പറയും? ഇതിനാര് സമാധാനം പറയും? ഒറ്റ ദിവസം കൊണ്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ട് തീർക്കാവുന്നതാണോ, പരിഹരിക്കാവുന്നതാണോ അതിദരിദ്രരാക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നമെന്ന് ഗവൺമെൻറ് വിശദീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ഇലക്ഷന് മുന്നിൽ വെച്ചുകൊണ്ട്, നടക്കാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തട്ടിപ്പും വഞ്ചനയുമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നയങ്ങൾ എന്ന് പറയുവാൻ ബഹുജൻ സമാജ് പാർട്ടി തെല്ലും മടിക്കുന്നില്ല. അതുകൊണ്ട് BSP ഈ കാര്യം വളരെ സജീവമായും ശക്തമായും പൊതുസമൂഹത്തിൽ ഉന്നയിക്കാൻ പോവുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് നവംബർ 1-ാം തീയതി മുതൽ ഈ മാസം 30-ാം തീയതി വരെ ഈ പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധ ക്യാമ്പയിനുമായി സംസ്ഥാന വ്യാപകമായി രംഗത്ത് വരികയാണ്. ഇന്ന് 1-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന പ്രതിഷേധം തൊട്ട് ആ പ്രതിഷേധ ക്യാമ്പയിൻ്റെ സമാപനം 30-ാം തീയതി, ഈ മാസം 30-ാം തീയതി കാസർഗോഡ് അത് സമാപിക്കും. ഇതിനിടയിൽ 30 ദിവസം, ഒരു മാസക്കാലം ജില്ലാതലത്തിൽ, മണ്ഡലം തലത്തിൽ, സെക്ടർ അടിസ്ഥാനത്തിൽ, പ്രാദേശിക തലങ്ങളിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഈ വഞ്ചന, ഗവൺമെൻറ്റിൻ്റെ ഈ തട്ടിപ്പുകൾ വിശദീകരിച്ചുകൊണ്ട് നിരവധി പ്രതിഷേധ ക്യാമ്പയിൻ പൊതുയോഗങ്ങൾ, വിശദീകരണ യോഗങ്ങൾ ബഹുജൻ സമാജ് പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിനെ അങ്ങേയറ്റം BSP എതിർക്കുന്നു. ഇതിനെ അങ്ങേയറ്റം പ്രതിഷേധം ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ പ്രതിഷേധത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ഈ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഈ പ്രതിഷേധ ക്യാമ്പയിനുമായി സഹകരിക്കണമെന്നും ഈ ജനവഞ്ചനയ്ക്കെതിരെ ബാലറ്റിൽ, വോട്ടിൽ ഈ ഗവൺമെൻറ്റിനോടുള്ള പ്രതിഷേധം നിങ്ങൾ രേഖപ്പെടുത്തുക തന്നെ വേണം എന്നുകൂടി
ആവശ്യപ്പെട്ടുകൊണ്ടും ബഹുജൻ സമാജ് പാർട്ടിയുടെ ഈ പ്രതിഷേധ ക്യാമ്പയിന് കേരള ജനതയുടെ അകമഴിഞ്ഞ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. ജയ് ഭീം, ജയ് ബഹുജൻ സമാജ് പാർട്ടി.